അങ്ങനെ വേനൽക്കാലവും വന്നു. കൂട്ടുകാർക്ക് പുറത്തിറങ്ങുമ്പോൾ നല്ല ചൂട് അനുഭവപ്പെടാറില്ലേ? വീട്ടിനുള്ളിലുള്ള ഇരിപ്പും അത്ര സുഖമല്ല. ഇന്ന് ഒരു വേനൽക്കാലത്തെ അനുബന്ധിച്ചുള്ള ഒരു കഥയാണ്. ഇതിലുള്ളത് 2 തവളകളാണ്. നമുക്ക് കഥയൊന്ന് കേട്ടു നോക്കാം. കഥയുടെ പേര് തവളകളുടെ വിവേകം. വളരെ കാലമായി മഴ പെയ്തിട്ട്. വേനൽക്കാലമല്ലേ, നല്ല ചൂടാണ്. 2 തവളകൾ വെള്ളവും തപ്പി ഇറങ്ങുകയായിരുന്നു. ഇനിയിപ്പോൾ എന്തു ചെയ്യും? കിട്ടുത്തവള മിട്ടുത്തവളയോട് ചോദിച്ചു. തടാകങ്ങളും കുളങ്ങളുമെല്ലാം വറ്റി വരണ്ടു. വെള്ളം കിട്ടാതെ നമ്മൾ 2 പേരും ചത്തുപോകും, മിട്ടു പറഞ്ഞു. 2 പേരും വെള്ളമുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഭയങ്കര ചൂടുള്ള ദിവസമായിരുന്നു. അവസാനം അവരൊരു കിണറിന്റെ സമീപത്തെത്തി. കിണറ്റിൽ എന്താണുള്ളത്? വെള്ളം. അതെ, ആ കിണറ്റിലും നിറച്ച് വെള്ളമുണ്ടായിരുന്നു. കിണറ്റിന്റെ വക്കിൽ ചാടിക്കേറി അവർ താഴേക്ക് നോക്കി. ദാ വെള്ളം, ഓളം വെട്ടുന്നു. ഇരുവർക്കും സന്തോഷമായി. രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു, നമുക്ക് താഴേക്ക് ചാടാം, മിട്ടു പറഞ്ഞു. പക്ഷെ കിട്ടു അല്പം ആലോചിച്ചു. വരട്ടെ, ചാടിയാൽ പിന്നെ നാം എങ്ങനെ പുറത്തു കിടക്കും? അവൻ ചോദിച്ചു. എന്തിനു പുറത്തു കിടക്കണം? നമുക്കവിടെ ആവശ്യം പോലെ വെള്ളം കിട്ടുമല്ലോ, മിട്ടു പറഞ്ഞു. അത് ശരിയാണ്, പക്ഷെ ഈ കിണർ വറ്റിപ്പോയാലോ? പിന്നെ പുറത്തു വരാൻ കഴിയാതെ നാം അവിടെ തന്നെ. മിട്ടുവിന് കാര്യം മനസ്സിലായി. അവർ 2 പേരും ആ കിണറ്റിലേക്ക് ചാടണ്ട എന്ന് തീരുമാനിച്ചു. വേറെ എവിടെയെങ്കിലും വെള്ളം കിട്ടുമോ എന്ന് നോക്കി അവർ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഈ കഥയിൽ നിന്ന് കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത്? എടുത്തു ചാടുന്നതിന് മുമ്പ് 2 വട്ടം ചിന്തിക്കണം, അല്ലെ? കിട്ടുവും മിട്ടും വെള്ളം അന്വേഷിച്ച് നടന്നതാണ്. ആ വെള്ളം കണ്ടതും അങ്ങോട്ടടുത്ത് ചാടുകയായിരുന്നെങ്കിൽ ആ കിണറ്റിൽ തന്നെ കിടന്ന് അവർ വെള്ളം കിട്ടാതെ പിന്നീട് മരിച്ചുപോയാൽ. മറ്റൊരു കഥയുമായി കാതിക നാളെ. നന്ദി.